മരിയ ഫൗസ്റ്റീന വ്യക്തമായി ആ നരക ദർശനം കണ്ട് എന്താണ് സാക്ഷ്യപ്പെടുത്തിയത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വായിച്ചേ. ഫൗസ്റ്റീന നരക ദർശനം ശേഷം എഴുതിയത്, ഒരു നരകമുണ്ടെന്ന് അവിശ്വസിച്ച ആത്മാക്കളാണ് അവരിലേറെയും. അത് വലിയ പീഡകളുടെ ഒരു സ്ഥലമാണ്. എത്ര ഭയാനകമായ രീതിയിൽ ബൃഹത്തും വിസ്തൃതവുമാണ് അത്. ഞാൻ കണ്ട പീഡകൾ ഇവയാണ്. ദൈവത്തിൻ്റെ അസാന്നിധ്യം. നരകത്തെ നരകമാക്കുന്നത് കെടാത്ത തീയോ ചാകാത്ത പുഴുവോ അല്ലെങ്കിൽ അവിടെ ആ ഇരുളിൻ്റെ ഗർത്തങ്ങളോ പിശാചിൻ്റെ സാന്നിധ്യമോ അലറിയോ അല്ലെങ്കിൽ ദുഷിപ്പ് വാക്കുകളോ ഇതൊന്നുമല്ല. അവിടെ കർത്താവില്ല. നിരന്തരമായ മനസാക്ഷിക്കുത്ത്, 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തേക്കല്ല, രാപ്പകൽ, അതും എക്കാലം, നിത്യകാലം, ഫോർ എവർ. തൻ്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. ഒരു ആത്മാവ് നിത്യ നരകത്തിൽ അകപ്പെട്ടാൽ പിന്നെ ഒരു മാറ്റവും. അവിടുന്ന് പുറത്തു വരാൻ പറ്റില്ല. പിന്നെ അനുതാപമില്ല, മാനസാന്തരമില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കും നരകത്തിൽ നിന്നൊരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. 4ാമത്തെ പീഡ എന്താണ്? ആത്മാവിനെ നശിപ്പിക്കാതെ ഭീകരവേദനയോടെ ചുഴിഞ്ഞിറങ്ങുന്ന ആത്മീയ തീ. ഈ അഗ്നി ദൈവ ക്രോധത്തിൻ്റെ അഗ്നിയാണ്. നിരന്തരമായ ഇരുട്ടും ദുർഗന്ധവും, ചീഞ്ഞ ദുർഗന്ധം. ദൈവമേ, അത് എല്ലാ നിത്യകാലം ആലോചിക്കണം. 10 മിനിറ്റ് അല്ല, നിരന്തരമായ ഇരുട്ടും ദുർഗന്ധവും. ഇരുട്ടാണെങ്കിലും ദുഷ്ടാരൂപികൾക്കും ശാപമേറ്റ ആത്മാക്കൾക്കും തങ്ങളെയും മറ്റുള്ളവരെയും തങ്ങളുടെയും അവരുടെ മുഴുവൻ തിന്മകളും കാണാൻ സാധിക്കും. സാത്താൻ്റെ നിരന്തരമായ സാന്നിധ്യം, പിശാചിൻ്റെ നിരന്തരമായ സാന്നിധ്യം. 7ാമത്തെ പീഡയായി എന്താ ഫൗസ്റ്റീന കണ്ടത്? ഭീകരമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും ദൈവദൂഷണങ്ങളും ശാപവാക്കുകളും മറ്റും. സഹോദരങ്ങളെ, ഇത് കൊടിയ തകർച്ചയാണ്. ഒരു ആത്മാവിന് നിത്യനാശം സംഭവിക്കുമ്പോൾ ഈ തകർച്ചയാണ് സംഭവിക്കുന്നത്. അതെത്ര ഭീകരമാണ് സഹോദരങ്ങളെ, അതെത്ര കഠോരമായ ഭീകരമായ ഒരവസ്ഥയാണ്. ദൈവഭയത്തോടെ ജീവിക്കുക, പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, ദൈവവചനത്തിൽ ജീവിക്കുക, കൃപയിൽ, വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, സ്നേഹത്തിൽ ജീവിക്കുക. നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെയാകട്ടെ. ഹല്ലേലൂയ.